വെൽക്കം ബാക്ക് ഗൈസ് ടു ദ ഫൈനൽ ഡേ ഓഫ് നോർത്ത് ഇന്ത്യൻ കല്യാണം. അപ്പോൾ ഇന്നാണ് നമ്മുടെ അതുലും സ്നേഹയുടെയും റിസപ്ഷൻ. ഇന്ന് ഡേറ്റ് വരുന്നത് ഫെബ്രുവരി 7 ശനിയാഴ്ചയാണ്. അപ്പോൾ നമ്മുടെ പരിപാടി നടക്കുന്നത് ജമ്മു എയിംസിന് തൊട്ടടുത്തുള്ള റമദ എന്ന് പറഞ്ഞൊരു റിസോർട്ടിലാണ്. ഇതിന്റെ ബ്രാഞ്ച് നമ്മുടെ കൊച്ചിയിലുണ്ട് കേട്ടോ. ഇവർ ഫാമിലി ആയിട്ട് കേരളത്തിലേക്ക് വരുന്നപ്പം റമദ കൊച്ചിയിലാണ് ഒരു ദിവസം സ്റ്റേ ആക്കി എടുത്തത്. അവർക്ക് അപ്പോൾ റിസോർട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് അവർ ജമ്മുവിലോ റിസപ്ഷൻ അവിടെ സെറ്റ് ചെയ്തേക്കുന്നത്. ഈ റിസോർട്ടിൻ്റെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ വീട്ടിൽ നിന്ന് അറൗണ്ട് 3 കിലോമീറ്റർ ആണ്. അപ്പോൾ നമ്മൾ വന്നപ്പോൾ തന്നെ നല്ല രീതിയിൽ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ലൈറ്റ്സും ഡെക്കറേഷൻസും ഒക്കെ കിഡിലാക്കിയിട്ടുണ്ട്. ഇതാണ് സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്. നമ്മൾ എല്ലാവരും വരുന്നതിന് തൊട്ട് മുമ്പേ എത്തിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു എംറ്റി സ്പേസ് കിട്ടിയിട്ടുണ്ട്. വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യാൻ വേണ്ടി നല്ല രീതിയിൽ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചെയറും കാര്യങ്ങളും ഡൈനിങ് സെറ്റപ്പ് എല്ലാം വളരെ മനോഹരമായിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. അപ്പോൾ നമുക്ക് ചെറുക്കനും പെണ്ണും വരുന്നവരെ വെയിറ്റ് ചെയ്യാം. വേറെ ബന്ധുക്കളും നാട്ടുകാരും തന്നെ വന്നിട്ടില്ല. നമ്മളാട്ടോ ഏറ്റവും ആദ്യം വന്നത്. അതുകൊണ്ട് നമുക്കെല്ലാം എംറ്റി സീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് ഈ കാണുന്നതാണ് നമ്മുടെ റിസപ്ഷനുള്ള സ്റ്റേജ് പരിപാടി. അപ്പോൾ ചെറുക്കനും പെണ്ണും വന്നിട്ട് അവിടെ ആയിരിക്കും നമ്മൾ ഇരിക്കുന്നുണ്ടാവുക. അപ്പോൾ ഇന്ന് വേറെ പരിപാടിയൊന്നുമില്ല ഗ്രാൻഡായിട്ട്. ജസ്റ്റ് ഇങ്ങനെ ചെറുക്കനും പെണ്ണും വരുന്നു, ഫുഡ് പരിപാടി അത്രേ ഉള്ളൂ. വേറെ ഡാൻസും പരിപാടിയൊന്നും ഇല്ലെന്നാണ് എൻ്റെ നിഗമനം. അങ്ങനെ ഫൈനലി ചെക്കനും പെണ്ണും വന്നിരിക്കുകയാണ്. എന്ത് ഭംഗിയുണ്ടല്ലോ അവരെ കാണാൻ വേണ്ടി. ചെക്കനൊരു ബ്ലാക്ക് കളർ സൂട്ട് തീമിലും പെൺകുട്ടി ഒരു റെഡും ഗോൾഡൻ കളർ ഒരു ലെഹങ്കയാണ് ഇട്ടിരിക്കുന്നത്. അവരുടെ എൻട്രിക്ക് വേണ്ടി ഇവന്റ് മാനേജ്മെന്റ് ടീമാണോ അതോ റിസോർട്ടുകാരാണോ അറിയത്തില്ല, ഒരു ബബിൾസിന്റെ ഒരു സംഭവം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഡ്രൈ ഐസ് ആണെന്നാണ് ഒരു നിഗമനം. അപ്പോൾ ഇത് നല്ല ഭംഗിയായിരിക്കും വീഡിയോയിലും ഫോട്ടോയിലൊക്കെ കാണാൻ വേണ്ടി. അപ്പോൾ ഞാൻ ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി ശ്രമിച്ചു, പക്ഷേ എനിക്ക് കിട്ടിയില്ല. കാരണം ഒടുക്കത്തെ പാസിംഗ് ആയിരുന്നു. വീഡിയോ ഫ്രെയിമിലെല്ലാം ക്യാമറമാരും പിന്നെ കുറേ കുരുപ്പുകൾ ഈ ബബിളെല്ലാം കണ്ടിട്ട് ഭയങ്കര ബഹളം. അവരങ്ങ് അറിഞ്ഞും പറഞ്ഞ ആഹ്ലാദം തന്നെ. അപ്പോൾ വീഡിയോ ഒന്നും കിട്ടിയില്ല. നമുക്ക് ലെറ്റ്സ് വെയിറ്റ് ഫോർ ദ ക്യാമറമാൻ്റെ ഔട്ട് എങ്ങനെ വരുമെന്ന് അറിയില്ലല്ലോ. അപ്പം അവർ സ്റ്റേജിലേക്ക് കയറുവാണ്. അപ്പോൾ ഓൾ ദ ബെസ്റ്റ് ഫോർ ദെയർ വെഡിങ് ആൻഡ് റിസപ്ഷൻ. ഇനിയിപ്പോൾ എന്തായാലും കുറേ നേരം ഫോട്ടോ സെഷൻ ആയിരിക്കും. നാട്ടുകാരെല്ലാം ഇവിടെ വന്നിട്ട് ചെക്കൻ്റെ മിനിറ്റ് ഫോട്ടോ എടുക്കും. അപ്പോൾ ആ പരിപാടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് ചെക്കൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ടീമാണെന്ന് തോന്നുന്നു. ചെക്കൻ ബട്ടോത്തിൽ സിവിൽ സപ്ലൈസിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവിടുത്തെ ഓഫീസർമാരാണ്. ഇജി നോക്കുമ്പോഴുള്ള വ്യൂ ആണ് കേട്ടോ ഇത്. അപ്പോൾ ഫ്രണ്ടിൽ തന്നെ 3 സോഫയും 2 ടേബിളൊക്കെ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ആൾക്കാരൊക്കെ ഫുഡ് കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ അകത്ത് ഒരു ഹോളിൽ നമുക്ക് ഡൈനിങ് സെറ്റപ്പ് ഉണ്ട്. അപ്പോൾ ആ കാണുന്ന ഹോളാണിത്. വിശാലമായിട്ടൊരു ഹോളിൽ ഒരുപാട് ഡൈനിങ് ടേബിളിലും ബുഫേ സെറ്റപ്പ് പല രീതിയിലുണ്ട്. അപ്പം ആൾക്കാരെല്ലാം കൂടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ഫുഡൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം. പല ടൈപ്പ് കുസൈൻ ഫുഡുണ്ട്. എല്ലാവരും ഭയങ്കര ബിസി ആയിട്ടോ. എല്ലാവരുടെയും പ്ലേറ്റും വേറെ ടൈപ്പ് ഫുഡും ഉണ്ട്. ഹോളിൻ്റെ ഇൻറ്റീരിയർ കിട്ടിലായിട്ടുണ്ട്. ആ പെയിൻറ്റിങ് എന്താണെന്നറിയില്ല. ആ പെയിൻറ്റിങ് ജമ്മു കാശ്മീരിൻ്റെ ഡോഗ്ര കൾച്ചറാണ്. അപ്പോൾ നല്ല രസമുണ്ട് കാണാൻ. ഇതാണ് നമ്മുടെ ഡ്രിങ്ക്സ് സെഷൻ. അപ്പം ഇവിടെ കുറേ കുലുക്കി ഐറ്റംസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ചെക്കന് എന്തെങ്കിലും കുടിക്കാൻ വേണമെന്ന് ചോദിച്ചിട്ട് ഞാൻ പുള്ളിക്ക് ഷെയ്ക്ക് വേണമെന്ന് പറഞ്ഞിട്ട് ചോദിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഷെയ്ക്ക് ഇല്ല. അപ്പോൾ ഉള്ള ജ്യൂസും മേടിച്ചുകൊണ്ട് ഞാൻ പോവുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ സെറ്റപ്പ്. ബാക്കി കോക്ടെയിൽ പരിപാടികളൊക്കെ ഉണ്ട്. പിന്നെ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ എല്ലാവരും DJ ഫ്ലോറിൽ കയറി. പിന്നെ വെടിക്കെട്ട്, ബാംഗ്ര ഡാൻസ്, എന്തൊക്കെയോ ഡോഗ്രി ഡാൻസ്, എല്ലാം എൻജോയ്മെൻറ്റ് തന്നെ. के पान बनारस वाला विजय बंग खपल का ताला भाई के बनारस वाला विजय बंग खपल का ताला फिर ऐसा करे कमाल इसी कर दे सबकी चाल वो छोरा किनारे